എന്തിനാണ് നമ്മൾ സിറം യൂസ് ചെയ്യുന്നത്? സിറം എന്നത് സാധാരണ ക്രീമുകളേക്കാൾ വളരെ കോൺസെൻട്രേറ്റഡ് ആയ സ്കിൻ കെയർ സൊല്യൂഷനാണ്. നമ്മുടെ സ്കിന്നിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ചെറിയ മോളിക്യൂൾ രൂപത്തിൽ സ്കിന്നിൻ്റെ ആഴത്തിലേക്ക് എത്തിക്കാനാണ് നമ്മൾ സിറം ഉപയോഗിക്കുന്നത്. അതായത് ക്രീം സ്കിന്നിന് മുകളിലിരുന്ന് സംരക്ഷണം നൽകുമ്പോൾ സിറം സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് കടന്ന് റിപ്പയർ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 50 വയസ്സിന് ശേഷം സ്കിൻ കെയറിൽ സിറം ഉൾപ്പെടുത്തേണ്ടത് വളരെയധികം ആവശ്യമാണ്. കാരണം ഒരു 40-50 വയസ്സിന് ശേഷം സ്കിൻ സ്വാഭാവികമായിട്ടുള്ള ഒരു ഏജിംഗ് പ്രോസസ്സിലേക്ക് പോകുന്നു. ഈ സമയത്ത് കുറേയധികം മാറ്റങ്ങൾ സ്കിന്നിൽ സംഭവിക്കുന്നുണ്ട്. കൊളാജനും ഇലാസ്റ്റിനും കുറയുന്നു, അതിനാൽ സ്കിൻ ലൂസാകുന്നു, സാഗിങ് സംഭവിക്കുന്നു, ഫൈൻ ലൈൻസും റിങ്കിൾസ് ഇതൊക്കെ ഉണ്ടാകുന്നു, പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ടും ഉണ്ടാകുക, ഓയിൽ പ്രൊഡക്ഷൻ കുറയുക, ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾക്ക് സ്കിൻ വിധേയമായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെയൊക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സിമ്പിൾ ക്രീം മാത്രം പോരാ, അതുകൊണ്ടാണ് സിറംസ് നിർബന്ധമാകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 50 വയസ്സിന് ശേഷം ഏതൊക്കെ സിറംസ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഒരു 50+ നിൽക്കുമ്പോൾ സിറംസ് ഒരു ലക്ഷറി അല്ല, അതൊരു സ്കിൻ കെയർ റിക്വയർമെൻ്റ് ആണ്. കാരണം ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന റിപ്പയറിംഗ് ഫാക്ടേഴ്സ് കുറയുന്നു. അതുകൊണ്ട് സിറം വഴി നമുക്ക് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് നൽകേണ്ടതായിട്ടുണ്ട്. 50 വയസ്സിന് ശേഷം നിർബന്ധമായും ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട സിറംസ് ഏതൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു 40-50 വയസ്സിന് ശേഷം നിങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട സിറം ഏതൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. അതിൽ ആദ്യത്തേത് ഹൈലറോണിക് ആസിഡ് സിറമാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായുള്ള ഒരു ഹൈഡ്രേഷൻ മോളിക്യൂളാണ്. 50 വയസ്സിന് ശേഷം സ്കിന്നിൽ ഇതിൻ്റെ അളവ് വേഗത്തിൽ കുറയുന്നതിനാലാണ് ഡ്രൈനെസ്, ഫൈലൈൻസ് എന്നിവ വളരെ കൂടുതലായിട്ട് കാണപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ ഹൈലറോണിക് ആസിഡ് സിറം സ്കിന്നിൻ്റെ ഡീപ്പർ ലെയേഴ്സിൽ വരെ വാട്ടർ ആകർഷിച്ച് പിടിച്ചു നിർത്തി സ്കിന്നിനെ പ്ലംബായും സ്മൂത്തായും ഹെൽത്തിയായും നിലനിർത്തുന്നു. ഇതുമൂലം ഹൈഡ്രേഷൻ ലോസ് കാരണം ഏജിംഗ് കൂടുതലായി കാണപ്പെടുന്നത് ഇത് തടയുന്നു. അതുകൊണ്ടാണ് ഒരു 50+ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഹൈലറോണിക് ആസിഡ് നിർബന്ധമായിട്ടും ഉപയോഗിക്കണമെന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് രാവിലെയും രാത്രിയും 2 നേരം ഉപയോഗിക്കാവുന്നതാണ്. ക്ലീനായ വാഷ് ചെയ്ത് ക്ലെൻസ് ചെയ്ത ഫേസിൽ വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഒരു 3-4 ഡ്രോപ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിർബന്ധമായിട്ടും മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടതാണ്. അടുത്തത് വൈറ്റമിൻ സി സിറമാണ്. വൈറ്റമിൻ സി സിറം ഒരു പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ സ്കിൻ നിരന്തരം നേരിടുന്ന പൊടി, സൂര്യപ്രകാശം, അന്തരീക്ഷ മലിനീകരണം പോലുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 50 വയസ്സിനൊക്കെ ശേഷം ഈ ഒരു തരത്തിലുള്ള എക്സ്റ്റേണൽ ഡാമേജ് സംഭവിക്കുന്നത് കൊണ്ടാണ് സ്കിൻ ഡള്ളാകുന്നതും കറുത്ത പാടുകൾ കൂടുതലായി മുഖത്ത് കാണപ്പെടുന്നതും. അപ്പോൾ വൈറ്റമിൻ സി സിറം ഇത് കുറയ്ക്കാൻ സഹായിച്ച് സ്കിന്നിന് ഒരു നാച്ചുറൽ ബ്രൈറ്റ്നസ് നൽകുകയും ഫേംനെസ് നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. സാധാരണയായി വൈറ്റമിൻ സി സിറം പകൽ സമയങ്ങളിൽ അപ്ലൈ ചെയ്യാനാണ് റെക്കമെൻഡ് ചെയ്യാറുള്ളത്. എന്നാൽ ചിലർക്ക് പകൽ സമയങ്ങളിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലത് നിങ്ങൾ നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുന്നത് തന്നെയാവും. റെഗുലറായി ഈ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്താൽ സ്കിൻ ബ്രൈറ്റൻ ആകാനും ക്ലിയർ ആകാനും ഹെൽത്തിയായി തോന്നാനും ഇത് സഹായിക്കുന്നതായിരിക്കും. അടുത്ത ഒരു സിറം എന്ന് പറയുന്നത് റെറ്റിനോൾ സിറമാണ്. ഏജിംഗ് സ്കിന്നിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റുകളിൽ ഒന്നാണ് ഈ റെറ്റിനോൾ. 50 വയസ്സിന് ശേഷം സ്കിൻ സെൽ റിന്യൂവൽ സ്ലോ ആകുന്നത് റിങ്കിൾസ്, ലൂസ് സ്കിൻ എന്നിവ കൂടുതലായി കാണപ്പെടാൻ കാരണമാകുന്നു. റെറ്റിനോൾ സ്കിൻ സെൽ ടേൺ ഓവർ വർദ്ധിപ്പിച്ച് കൊളാജിൻ പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുകയും സ്കിൻ ടെക്സ്ചർ സ്മൂത്ത് ആക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതൊരു സ്ട്രോങ് ആക്റ്റീവ് ആയതിനാൽ നൈറ്റ് ടൈമിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ആഴ്ചയിൽ ഒരു 2-3 ദിവസം മാത്രമാണ് ഇത് ഉപയോഗിക്കുക. ഒരു 2-3 ഡ്രോപ്സ് എടുത്താൽ മതിയാകും. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു മോയ്സ്ചറൈസർ നിർബന്ധമായും ഉപയോഗിച്ചിരിക്കണം. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ റെറ്റിനോൾ ഏജിംഗ് പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്കിൻ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതാണ്. പിന്നെ ബിഗിനർ ആണെങ്കിൽ ഒരു ലോ പെർസെൻറ്റേജിൽ നിന്ന് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഈ 3 സിറംസ് ആണ് നിർബന്ധമായിട്ടും നിങ്ങൾ ഉപയോഗിക്കേണ്ടത്.
പിന്നെ ഈ സിറംസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിറംസ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് ശരിയായി ഉപയോഗിച്ചില്ല എങ്കിൽ ബെനിഫിറ്റ്സ് കിട്ടാതെ ഇറിറ്റേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, സിറംസ് ഉപയോഗിക്കുന്നവർക്ക് സൺസ്ക്രീൻ ഓപ്ഷണൽ അല്ല, മാൻഡേറ്ററി ആണ്. സിറം ഉപയോഗിക്കുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് SPF 50 ഉള്ള ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, സിറത്തിനൊപ്പം മോയ്സ്ചറൈസർ നിർബന്ധമാണ്. സിറം ട്രീറ്റ്മെൻ്റ് ആണ്, മോയ്സ്ചറൈസർ പ്രൊട്ടക്ഷൻ ആണ്. സിറം മാത്രമായി ഉപയോഗിച്ചാൽ സ്കിൻ ഡ്രൈ ആയി സെൻസിറ്റീവായിട്ട് മാറും. മോയ്സ്ചറൈസർ സിറത്തെ ലോക്ക് ചെയ്ത് ബെനിഫിറ്റ്സ് കൂടുതൽ നൽകുകയാണ് ചെയ്യുന്നത്. ഏത് സിറം യൂസ് ചെയ്യുമ്പോഴും മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. എസ്പെഷ്യലി റെറ്റിനോൾ സിറം യൂസ് ചെയ്യുമ്പോൾ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. ഇനി മറ്റൊരു കാര്യം, എല്ലാ സിറവും ഒന്നിച്ച് ഉപയോഗിക്കാൻ പാടില്ല. എക്സാമ്പിൾ, വൈറ്റമിൻ സി സിറവും റെറ്റിനോൾ സിറവും ഒരുമിച്ച് ഉപയോഗിക്കാനേ പാടില്ല. എന്നാൽ ഹൈലറോണിക് ആസിഡ് സിറവും റെറ്റിനോൾ സിറവും ഒരുമിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഹൈലറോണിക് ആസിഡും വൈറ്റമിൻ സി സിറവും ഒരുമിച്ച് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ടൈം ആൻഡ് കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിറം ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ പ്രോഡക്റ്റ് അല്ല. മിനിമം 6 മുതൽ 8 ആഴ്ച വരെ റെഗുലറായി യൂസ് ചെയ്താലാണ് നമുക്കിതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിത്തുടങ്ങിയുള്ളൂ. സ്കിപ്പ് ചെയ്യാൻ പാടില്ല, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. അതുപോലെ ഓവർ യൂസ് ചെയ്യാനും പാടില്ല. അതുകൊണ്ട് നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ മാത്രമേ സിറം യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, സിറം ഒരിക്കലും ക്ലീൻ ചെയ്യാത്ത ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. നല്ലപോലെ വാഷ് ചെയ്ത് ക്ലെൻസ് ചെയ്ത ഫേസിൽ വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. കുറച്ച് നനവുള്ള സ്കിന്നിൽ വേണം ഹൈലറോണിക് ആസിഡ് അപ്ലൈ ചെയ്യാനായിട്ട്. 50+ എത്തുമ്പോൾ സ്കിൻ ഹെൽത്തിയായി, ക്ലിയറായി, സ്ട്രോങ് ആയി ഇരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സിറം ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ സ്കിൻ നല്ല രീതിയിൽ മാറ്റം വരുന്നതായിരിക്കും. പക്ഷേ സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ ഇല്ലാതെ സിറം ഉപയോഗിക്കുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ റൂഫില്ലാത്ത ഒരു വീട്ടിൽ താമസിക്കുന്നത് പോലെയായിരിക്കും അത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നല്ല ബ്രാൻഡിൻ്റെ തന്നെ യൂസ് ചെയ്യുക. ഇഷ്ടം പോലെ സിറംസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല ബ്രാൻഡ് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മിനിമലിസ്റ്റ്, പ്ലം, വിഷ് കെയർ, ഡെർമാക്കോ ഇതൊക്കെ നല്ല ബ്രാൻഡുകളാണ്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ആഴ്ചയിൽ ഒരു 3 ദിവസം നിങ്ങൾ റെറ്റിനോൾ സിറം യൂസ് ചെയ്യുകയും ബാക്കിയുള്ള ദിവസങ്ങളിൽ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുകയും ചെയ്യുക. പകലും അതേപോലെ രാത്രിയും നിങ്ങൾക്ക് ഹൈലറോണിക് ആസിഡ് സിറവും യൂസ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യുക. അങ്ങനെയെങ്കിൽ വളരെ ഒരു നല്ല റിസൾട്ട് നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവുന്നതായിരിക്കും. പ്രായമാകുന്ന പ്രക്രിയയെ നമുക്ക് തടയാൻ കഴിയില്ല. പക്ഷേ പ്രായത്തെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് മാനേജ് ചെയ്യാൻ കഴിയും, ശരിയായ രീതിയിൽ സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.